ഹായ് ഫ്രണ്ട്സ്, ഇക്കണോമിക്സ് പാടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കൊരു കഥ കേട്ട് നോക്കിയാലോ? നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലേ? അതിലെ റീചാർജ് പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിയോ വില കൂട്ടിയാൽ തൊട്ട് പിന്നാലെ എയർടെലും വില കൂട്ടും. ഇവർ മത്സരിച്ച് വില കുറയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലെ എക്കണോമിക്സിനെയാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒളിഗോപോളി എന്ന് നോക്കിയാലോ? ഒരു മാർക്കറ്റിലെ വിരലിലെണ്ണാവുന്ന കുറച്ച് വലിയ കമ്പനികൾ മാത്രം നിയന്ത്രിക്കുന്ന അവസ്ഥയാണിത്. ഇവിടെ കസ്റ്റമേഴ്സിന് ഓപ്ഷൻസുകൾ വളരെ കുറവായിരിക്കും. ഇവിടെ കമ്പനികൾ പരസ്പരം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇതിനെയാണ് സ്ട്രാറ്റജിക് ഇന്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി വില കുറച്ചാൽ മറ്റുള്ളവരും വില കുറയ്ക്കേണ്ടി വരും. ഇത് എല്ലാ കമ്പനീസിനും നഷ്ടമുണ്ടാക്കുന്നു. ഇതൊരു പ്രൈസ് വാറിലേക്ക് പിന്നീട് നയിക്കും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയും വില കുറയ്ക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഇവർക്ക് പ്രോഫിറ്റ് നിലനിർത്താൻ വേണ്ടി ഇവർ ഒരേ വിലയിൽ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ടെലികോം, ഏവിയേഷൻ രംഗത്തെ ഇൻഡിഗോയും എയർ ഇന്ത്യയും, അതുപോലെ പെപ്സി, കൊക്കോകോള, ഇതൊക്കെ ഒളിഗോപോളിക്ക് എക്സാമ്പിളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? മാർക്കറ്റിൽ പുതിയ കമ്പനികൾക്ക് കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ചോയ്സ് വളരെ കുറവായിരിക്കും. മത്സരം കുറവായതിനാൽ വില എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഉയർന്നു തന്നെ ഇരിക്കും. ഇക്കണോമിക്സ് ഇതുപോലെ സിമ്പിളായിട്ട് പഠിക്കാൻ എൻ്റെ പേജ് എല്ലാവരും ഫോളോ ചെയ്യൂ.